السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 13-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. കഴിഞ്ഞ നമ്മൾ ആയത്തുകളൊക്കെ വന്ന അതേ ചരിത്രം തന്നെയാണ് ഇവിടെ വീണ്ടും അള്ളാഹു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഹാനിവാസികളുടെ കുട്ടികളുടെ യുവാക്കളുടെ ചരിത്രം അവിടെ 3 ആയത്തിലായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അള്ളാഹു വീണ്ടും അതേ കഥ തന്നെയാണ് വീണ്ടും അള്ളാഹു ആവർത്തിച്ച് നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹു എന്താ പറയുന്നത്? അവരുടെ വർത്തമാനം നഹ്നു നഖുസ്സു അലൈക്. നഹ്നു എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഒരുപാട് ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെയാണ് സാധാരണ നമ്മൾ നഹ്നു എന്ന് പറയാം. പക്ഷെ ഇവിടെ അള്ളാഹുവിൻ്റെ അസമത്ത് കാരണം നാം എന്ന രീതിയിൽ ഒരുപാട് ആളുള്ള പോലെയാണ് അള്ളാഹു. പക്ഷേ അള്ളാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ റബ്ബിൻ്റെ അസമത്ത് കാരണമാണ് അത് അള്ളാഹു നാം എന്ന രീതിയിൽ ഇവിടെ വരുന്നത്, പിന്നെ പ്ലൂറലായിട്ട് വരുന്നത്. അതെന്ന് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കൊക്കെ ഞാൻ ഈ യഥാർത്ഥ രൂപത്തിലുള്ള കഥ വിവരിച്ച് തരാം. എന്നാൽ ആ സമയം പിന്നെ അറബികളുടെ ഇടയിലും ഈ കഥ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ശരിയായ രൂപത്തിലായിരുന്നില്ല. കാരണം പല ട്രൈബ്സിൽ നിന്നും പല ആൾക്കാരുടെ അടുത്തു നിന്നും പല ഭാഗത്തു നിന്നും വരുന്ന സമയത്ത് പല ഭാഗത്തു നിന്ന് വരുന്നവരുടെ കയ്യിൽ ഉള്ള കഥകൾ പലതും പല രൂപത്തിലുമായിരുന്നു. ഈ സെയിം കഥയാണെങ്കിലും പക്ഷേ അതിൻ്റെ രൂപങ്ങൾ ഓരോ രീതിയിലായിരുന്നു. അപ്പം അതുകൊണ്ട് അള്ളാഹു കറക്റ്റ് എങ്ങനെയാണുള്ളത് എന്ന് കൃത്യമായി അള്ളാഹു ഖുർആനിൽ വിവരിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് രൂപം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അള്ളാഹുവോട് പറയുന്നത്. അവരുടെ വർത്തമാനം ഈ ശരിയായ രീതി എന്താണ് എന്ന് നാം വിവരിച്ച് തരാം. അള്ളാഹു വിവരിച്ച് നൽകും. എന്തായിരുന്നു ഉണ്ടായത്? ഇന്നഹും ഫിത്യ. ഇവരാരായിരുന്നു? ഇവർ യുവാക്കളായിരുന്നു. ഫിത്യ എന്ന് പറയുന്നത് ഒരു 10ൽ കുറവുള്ള ഈ കുട്ടികൾ 10ൽ കുറവുള്ള യുവാക്കളായിരുന്നു എണ്ണത്തിൽ. കൃത്യമായ എണ്ണം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ എണ്ണം എത്രയാണെന്ന് അറിയില്ല. അള്ളാഹു പറഞ്ഞു തന്നിട്ടുമില്ല. എത്രയേ അറിയുള്ളൂ? 10ൽ കുറവാണ് ഈ യുവാക്കൾ ഉണ്ടായത്. അത്രയേ നമുക്കറിയുള്ളൂ. കാരണം കറക്റ്റ് എണ്ണം അറിയില്ല. അതുകൊണ്ട് റബ്ബ് പറയുന്നത് ഇന്നഹും ഫിത്യ, അവരാകുന്നു യുവാക്കൾ. ആമനൂ ബി റബ്ബിഹിം, അവരെന്തേനു ചെയ്തേ? റബ്ബിൽ വിശ്വസിച്ചിരുന്നു. ഇതാണ് അവർ ചെയ്ത്. അവരെ ഏറ്റവും ഉണ്ടായ പ്രത്യേകത, അവർ ഈ ഈമാന് ഉറച്ച് പിടിച്ചിട്ടുണ്ടായ യുവാക്കളായിരുന്നു. പക്ഷേ ഈ യുവാക്കൾ, ഈ ബഞ്ച് ഓഫ് ഈ യുവാക്കൾ ഇവർ ഒരേ വീട്ടിലുണ്ടായ ആൾക്കാരല്ല, പല ഭാഗത്തുനിന്നും വന്നവരാണ്. കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ഇന്നതാന്ന് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് കറക്റ്റായിട്ടുള്ളത് അറിയില്ല. ഇത്രയേ അറിയുള്ളൂ, എല്ലാവരും ഒരേ വീട്ടിൽ നിന്ന് വന്ന യുവാക്കളല്ല, പല വീട്ടിൽ നിന്നും പല ഭാഗത്തു നിന്നും വന്ന യുവാക്കളാണ്. അതുകൂടാണ്ട് ഇവരെ തമ്മിലുണ്ടായ ഒരേ ഒരു ഇത് അള്ളാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന ദൃഢവിശ്വാസമാണ്. ആമനൂ ബി റബ്ബിഹിം, അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ വിശ്വാസമാണ് അവർക്കുണ്ടായ. വേറൊന്നിനോടും അവർക്ക് ഒരു ഫാമിലിനോടോ ചുറ്റുപാട് ഉള്ള സംഗതിനോടോ പൈസനോടോ ഒന്നിനോടും ഇവർക്ക്
പിന്നെ ഒരു അർഹതയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വെറും ഇത് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസത്തിൽ അവർ അതിലായിരുന്നു അടിയുറച്ച് നിന്നത്. അപ്പോൾ ഈ ഈമാനിൻ്റെ കാഠിന്യം കൊണ്ട് റബ്ബ് തന്നെ സിദ്നാഹും ഹുദ, അവരെ വീണ്ടും അള്ളാഹു ഉണ്ടാക്കി, അവരെ സന്മാർഗത്തിലേക്ക് അള്ളാഹു ഈ ബോധം കാരണം, ഇവരുടെ ഈമാൻ കാരണം അള്ളാഹു വർധനവ് നൽകി. വീണ്ടും സന്മാർഗത്തിലേക്ക് അടിയുറച്ച് നിൽക്കാനുള്ള വർധനവ് അള്ളാഹു നൽകി. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം നമ്മളെ ഹൃദയം എത്രത്തോളം ദൃഢതയുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മളെ ആ ദൃഢതയിലൂടെ നമ്മൾ വീണ്ടും നമ്മൾ റബ്ബിൻ്റെ മാർഗത്തിൽ നിൽക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സഹായം കൂടി നമുക്കത് അള്ളാഹു നൽകും. അതാണ് ഇവിടെ അള്ളാഹു പ്രത്യേകമായി പറയുന്നത്. ഈ യുവാക്കളുടെ പ്രത്യേകത അത് മാത്രമായിരുന്നു. ഇവർക്ക് വേറൊന്നും കണ്ടില്ല. ദുനിയാവിൽ ഒരു കാര്യത്തിനോട് അവർക്ക് ഒന്നിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വെറും അള്ളാഹു ഒരുവൻ മാത്രം മതി, എനിക്കത് മതി, നമുക്കത് മതി എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഗുഹയിലേക്ക് ഓടി ചെല്ലുന്നത്. അതാണ് ഇവിടെ ഈ ആയത്തിൽ റബ്ബ് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും. എന്ത് ചുറ്റുപാടിൽ എന്ത് കാര്യങ്ങളുണ്ടായെങ്കിലും നമ്മൾ റബ്ബിനോടുള്ള ആ ദൃഢതയ്ക്ക് ഒരിക്കലും ഒരു ചാഞ്ചാട്ടം വരാൻ പാടില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മൾ ഈമാൻ. ഒരിക്കലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഈമാൻ ആവരുത്. ഹിപ്പോക്രിറ്റ്, നിഫാഖുള്ള കപട വിശ്വാസികളുടെ ഈമാൻ ആവരുത്. അപ്പുറമല്ല ഇപ്പുറമല്ല, മുദബ്ബിരീൻ ലാ ഇലാഹ ഉല വല ഇലാഹ ഉല, അവരുടെ കൂട്ടത്തിലുമല്ല ഇവരുടെ കൂട്ടത്തിലുമല്ല. ആ രൂപത്തിൽ ഉള്ള ഈമാനോ ചാഞ്ചാട്ടുള്ള ഒരു ഹൃദയവും ആവരുത്. എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണോ ഞാനുള്ളത്? അള്ളാഹുവിൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു എന്ന റബ്ബിനോടുള്ള സ്നേഹവും അദൃഢതയും ഉറപ്പുണ്ടോ? ഉറപ്പിക്കണ്ടേ? ആ ഷഹാദത്ത് എന്നും നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും കൂടെ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളെ തന്നെ അമർത്തി വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വരുന്നത് എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഹൃദയം ചാഞ്ചാണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സബ്ബിത് ഖൽബി, എൻ്റെ കൽബിനെ നിൻ്റെ ദീനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണേ. കാരണം മനുഷ്യൻ്റെ ഹൃദയവും മനുഷ്യനും അങ്ങനെയാണ്. ഈമാന് കൂടിയും കുറയും ചെയ്യും. അപ്പോഴും നമ്മൾ എന്താക്കണം? അതിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഈമാനിനെ മുറുക്കി പിടിച്ച് അതിൽ തന്നെ നിലനിർത്തണം. അതിൻ്റെ ഏറ്റവും വലിയ താക്കോലാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ നമ്മളെന്നും കൈ ഒഴിയാതെ വെടിയാതെ മുറുക്കി പിടിക്കണം. അന്നേരം അള്ളാഹു നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും പല രീതിയിലും. ഇതാണ് ചുരുക്കം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇതിൻ്റെ തജ്വീദ് നിയമങ്ങൾ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. നഹ്നു, ഒക്കെ ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരമാണ്. നഹ്നു, ഹ സുക്കൂൻ കൃത്യമായി സൗണ്ട് ആ കൃത്യമായി പറയാം. നഹ്നു നഖുസ്സു, ഖാഫ് ഹെവി, സ്വാദ് ഹെവി, രണ്ടും നല്ല ഹെവി ആയിട്ട് വരണം. നഖുസ്സു, സ്വാദ് പ്രത്യേകിച്ച് ഇവിടെ ഡബിളായിട്ട് വരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ടൈം കൊടുക്കുക. ചുണ്ടൊക്കെ നന്നായി റൗണ്ട് ആയിട്ട് വരാം. നഖുസ്സു അലൈക, ഐൻ തൊണ്ടിന്ന് തന്നെ പറയാം. അലൈക ഒക്കെ ലൈറ്റ് അക്ഷരങ്ങൾ. അലൈ യാന് സുക്കൂൻ ടൈം കൊടുക്കുക. അലൈക കാഫ് ലൈറ്റായിട്ട് പറയാം. നബഅഹും ഹംസ ഹ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. 2 ഹ ഇപ്പോൾ വരുത്. നബഅഹും. പിന്നെ വരുന്നത് ബിൽ ഹഖ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഹിഫ ഉണ്ട്. നബഅഹും ബിൽ ഹഖ്. അവിടെ നല്ലോണം മണിച്ച് ഇഖ്ഫ ഷഫവി മീംസ് ബാലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നല്ല മണിച്ചോതാ. നബഅഹും ബിൽ ഹഖ്. ഖാഫിന് ശബ്ദ വന്നിട്ട് അത് കൂടാണ്ട് സുക്കൂന് വരുന്നുണ്ട്.
ഇവിടെ കൽക്കലി ഉണ്ടാവും, നല്ല ഹെവി ആയിട്ട് തന്നെ കേൾക്കണം. ബിൽ ഹഖ് ഉണ്ടോ, ഹെവി ആയിട്ട്. പിന്നെ ഇന്നഹും ഹംസ കൃത്യമായി പറയുക, നൂൻ്റെ മുകളിൽ ശ്രദ്ധ നല്ലോണം മണിച്ച് പറയുക. ഇന്നഹും ചുണ്ടറ ഉണ്ടാക്കി പറയാം. മീം സുക്കൂൻ അധികം ടൈം കൊടുക്കണ്ട, മണിക്കൊന്നും വേണ്ട, നോർമലായിട്ട് പറഞ്ഞാൽ മതി. ഇന്നഹും ഫിത്യ, താൻ്റെ മുകളിൽ സുക്കൂൻ വരുമ്പോൾ കാറ്റോടും കൂടി പറയാം. ഫിത്യതുൻ ആമനു. ഇവിടെ തെൻവീന് ശേഷം ഹംസ വരുന്ന് ഇദ്ഹാറാന്ന്, മണിക്കണ്ട, സാധാരണ പോലെ പറഞ്ഞാൽ മതി. ആമനു മദ്ബദൽ ഹംസ വന്ന് അതിനുശേഷം അലിഫ് വരുന്നു. അപ്പോൾ 2 ഹറക്ക കൊടുത്ത് നീട്ടാം. ആമനു ആമനു നീട്ടുമ്പോൾ ചുണ്ട് റൗണ്ട്, നല്ലോണം റൗണ്ട് കൂർത്തിട്ട് തന്നെ വരണം. ആമനു ബി റബ്ബിഹിം, റ ഹെവി, ബ ഡബിളാക്കി പറയാം. ബി റബ്ബിഹിം വസിദ്നാഹും, ബി റബ്ബിഹിം വസിദ്നാഹും അങ്ങനെ പറയരുത്. അപ്പോൾ അറിയാതെ ഇഖ്ഫ എന്നുള്ള രീതിയിലായിപ്പോൾ. ബി റബ്ബിഹിം വസിദ്നാഹും ഒക്കെ ടൈം കൃത്യമായി കൊടുക്കുക. ഓരോ സുക്കൂൻ്റെ അടുത്തും പിടിച്ച് നിർത്താം. ബി റബ്ബിഹിം വ, ഇത് അപ്പോഴാണ് കൃത്യമായ ആ വാവ് ചുണ്ട് റൗണ്ടായിട്ട് വരാൻ പറ്റുള്ളൂ. വസിദ്നാഹും, ദാലിൻ്റെ മുകളിൽ എന്തുണ്ട്, സുക്കൂനുണ്ട്, അവിടെ കൽക്കല വരുന്നു. വസിദ്നാഹും ഹുദ, ഹ ഹ ഒക്കെ വരുന്നു, കൃത്യമായി ഉച്ചരിക്കുക, തൊണ്ടിൽ നിന്ന് തന്നെ വരാം. ഹ ഹും ഹുദ, ഒന്നും മണിക്കാതെ ഇവിടെ നല്ല സാധാരണ തന്നെ പറയുക. വസിദ്നാഹുമിലുള്ള കൽക്കല പറയാൻ മറക്കരുത്. ഹുദ 2 അക്ഷര ടൈം നീട്ടി നിർത്താം. ഓക്കെ, ഒന്നുകൂടി നമുക്കിത് ഓതി വെക്കാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഓക്കെ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.